1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷനാണ്. അടുത്ത വാക്യം വായിച്ചോട്ടെ. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളത്, ആദാമിനെ കുറിച്ച് പറയുക. അടുത്ത 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തു. അടുത്ത മണ്ണുകൊണ്ടുള്ളവരെ പോലെ മണ്ണുകൊണ്ടുള്ള, നമ്മളിപ്പോൾ മണ്ണുകൊണ്ടുള്ളവനെ പോലെയായി, ആദാമിനെ പോലെയാ, ആദാമിന്റെ ശരീരമാണ്. അടുത്ത സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. അപ്പൊ സ്വർഗീയ ശരീരം നമുക്ക് ഇപ്പോഴല്ല കിട്ടുന്നത്, മരിച്ച് വിശ്രാമ സ്ഥലത്ത് പോയി അതിനുശേഷം കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ, രൂപാന്തരം ശരീരം പ്രാപിച്ച് കഴിയുമ്പോഴാണ് ആ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത്. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. 49-ാം വാക്യം. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചു, ആദാമിന്റെ പ്രതിമ ധരിച്ചിരിക്കുക ഇപ്പോ, അതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. ഈ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. ഇന്ന് എത്ര പാസ്റ്റർമാർക്ക്, വിശ്വാസികൾക്ക് ഈ പ്രത്യാശയുണ്ട്? ഇപ്പോൾ ഞാൻ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചിരിക്കുക, എന്നാൽ അതിവിദൂര ഭാവിയിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എൻ്റെ ഈ ശരീരം മാറ്റപ്പെട്ട് ഞാനൊരു രൂപാന്തര ശരീരം പ്രാപിച്ച് കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്തൊരു ശരീരത്തിന് ഉടമയായി ഞാൻ തീരുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. ഓ, അതിലേക്ക് ദൈവമക്കൾ വരണമേ. ഈ നശ്വരമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തെ, ജഡത്തെ പ്രസാദിപ്പിച്ച് ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നരകാഗ്നിയിൽ പോയി വീഴരുതേ എന്നൊരു കുഞ്ഞു ഉപദേശിയുടെ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കണമേ. ഹല്ലേലൂയ. 49-ാം വാക്യം എത്ര വായിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് മതി വരുന്നില്ല. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുക. അതാണ് എൻ്റെ പ്രത്യാശ. പ്രിയമുള്ളവരെ, നാം സ്വർഗീയ പൗരത്വം പ്രാപിച്ചവരാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇതാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും പ്രത്യാശ ഇതായിരിക്കട്ടെ. ഇവിടെ ഉപദേശിമാരും വിശ്വാസികളും കിടന്ന് തലകുത്തി മറിഞ്ഞ് ഈ ലോകത്തിൻ്റെ ഭൗതികം നേടി, വലിയ സ്ഥാനമാനങ്ങൾ നേടി, അഹങ്കരിച്ച് നിത്യമായ നാശത്തിലേക്ക് നിപതിക്കുമ്പോൾ, ഈ നിർമ്മലമായ ദൈവവചനം കേൾക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. ഓ, എത്ര പ്രത്യാശ! ഞാൻ എൻ്റെ ശരീരത്തെ നോക്കി പറയാറുണ്ട്, ഈ രോഗമുള്ള, കഷ്ടതയുള്ള, ചുളുക്കുള്ള, ഈ പ്രയാസമുള്ള ഈ ശരീരം ട്രാൻസ്ഫോർമേഷനിലേക്ക് നടത്തപ്പെടാൻ പോകും. ഇതിനൊരു രൂപാന്തരം ഉണ്ടാകാൻ പോകുക, ഇതിനൊരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാകാൻ പോകുക. കർത്താവിൻ്റെ വരവ് വരെ ഒന്ന് സഹിച്ച് പുറത്തങ്ങ് ജീവിച്ചോ. അത് കഴിയുമ്പോൾ നിൻ്റെ എല്ലാ ദുരിതങ്ങളും മാറി ദൂതതുല്യരായ ഒരു ശരീരം പ്രാപിച്ച്, കർത്താവിനെ പോലൊരു ശരീരം പ്രാപിച്ച് കർത്താവിനെ പോലെ നമ്മളായിത്തീരും. ദൈവത്വത്തിൽ നമ്മൾ കർത്താവിനൊപ്പമല്ല. സ്വത്രം, അത് കർത്താവിന് മാത്രമേ ഉള്ളൂവല്ലോ ശരീരം. എന്നാൽ നമ്മൾ കർത്താവിനെ പോലെ രൂപാന്തര ശരീരം പ്രാപിച്ചു 1000 ആണ്ട് വാഴ്ചയിൽ, പുതിയ ആകാശം, പുതിയ ഭൂമി, ഒരു സ്പിരിച്വൽ ബോഡി, ഒരാത്മീക ശരീരം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യം കൂടി പറഞ്ഞ് ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. 50-ാം വാക്യം. സഹോദരന്മാരെയും മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയും. മാംസരക്തങ്ങൾ, നിക്കോദോമസിനോട് കർത്താവ് പറഞ്ഞത്, ആ ഭാഗം ഇതിനോടൊന്ന് ചേർത്ത് വെച്ച് പഠിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. രാത്രി യേശുവിൻ്റെ അടുക്ക വന്ന് പറയുക അല്ലേ. അപ്പം യേശു അവനോട് പറഞ്ഞെന്താ? ആമേൻ ആമേൻ ഞാനോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്നുത്തരം. നിക്കോദോമസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ? ഒരു സ്കോളറാണ് ഈ ചോദിക്കണമെന്ന് ചോദിച്ചോണം. ഇന്നത്തെ ഉപദേശിമാരെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇവനും. അതിന് യേശു അവനോട്, ആമീൻ ആമീൻ ഞാനോട് പറയുന്നു,
വെള്ളത്താലും ആത്മാവിനാലും എനിക്ക് ജനിച്ചിട്ടില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. ദൈവവചനമാകുന്ന ജലത്താൽ, പരിശുദ്ധാത്മാവിനാൽ ഒരു ജനനം, അതതിൻ്റെ അർത്ഥം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. നിക്കോദെമോസ് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ജഡത്താൽ ജനിച്ച അവസ്ഥയിലാവും വരുന്നത്. എൻ്റെ പൊന്നു കുഞ്ഞെ, ഈ അവസ്ഥയിൽ നിനക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയും നടക്കരുത്. ജഡത്തെ മരിപ്പിച്ച് ആത്മാവിൽ ജീവിക്കുന്നവരായി തീരണം. അപ്പോസ്തലന്മാർ അങ്ങനെ ജീവിച്ചത്. അവിടെ ജഡശരീരത്തിന് ഒരു പ്രാധാന്യതയും കൊടുത്തില്ല. നമ്മളിപ്പോൾ തേക്കാവുന്നതൊക്കെ വാരി തേച്ചും തിന്നും കുടിച്ചുമൊക്കെ നമ്മൾ നമ്മുടെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ ശ്രമിക്കുക. ശരീരത്തിന് ആരോഗ്യം ബലം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബോഡി പിടിപ്പിക്കാനൊന്നും ആരും ശ്രമിക്കരുത്. അതൊന്നും ദൈവവചന വ്യവസ്ഥയല്ല. 8 പോക്കറ്റും കൊണ്ട് കിടക്കുന്ന ആള് 84 വയസ്സായെങ്കിലും കണ്ടാൽ ചെറുപ്പം പോലെ ഇരിക്കുക. കൂടുതലൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. സ്തോത്രം. കാരണം പ്രായമായെന്ന് അറിയിക്കാൻ ആൾക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്താ എനിക്കറിയത്തില്ല എന്തോ. നമുക്കെല്ലാ ചിന്ത ഉണ്ട്, അതൊക്കെ കളയണം. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടെങ്കിലും ക്രിസ്തുവിനോടുകൂടി മരിച്ചു, അടക്കപ്പെട്ടു. ഇനി നീയല്ല നിന്നിൽ ജീവിക്കുന്ന ക്രിസ്തു എന്ന് ആണ് നിന്നിൽ ജീവിക്കുന്ന ഒരു വെളിപ്പാട് വരാത്തിടത്തോളം കാലം ഗുണം പിടിക്കില്ല. ഞാൻ നിങ്ങൾ ആ വാക്യം മനസ്സിലാക്കിക്കോണം. നമ്മൾ ക്രിസ്തു ജീവിക്കട്ടെ, നാമങ്ങം ഒതുങ്ങിക്കൊടുക്കുക, നാമങ്ങം മരിച്ചു കൊടുക്കുക, നമ്മെ കൊണ്ടൊന്നും കുഴിച്ചിടേ, നമ്മുടെ ചിന്ത, നമ്മുടെ നിരൂപണം, നമ്മുടെ ഇടപാടെല്ലാം മാറ്റേ കൂടെ പാകാതല്ല കക്ഷി. ഓ ദൈവമേ, എത്ര വചനൊരു വെളിപ്പാടാണ് ഞാൻ ഈ പറയുന്നതെന്ന് ഞാൻ തന്നെ ഓർത്തു പോവുക. ഹല്ലേലൂയ. സറുമാരെയും മാംസരച്ചയ്ക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാനത് മർമ്മം നിങ്ങളോട് പറയാം. നമ്മെല്ലാവരും കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരം. കാഹളം ധരിക്കും, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുക. ഹല്ലേലൂയ. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ വേദഭാഗം 52-ാമത്തെ വാക്യം ഇവിടുത്തെ പാസ്റ്റർമാരെടുത്ത് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വലിയ പാസ്റ്റർ, വേറൊന്നും ഞാൻ പറയുന്നില്ല. നാം എല്ലാവരും ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും എല്ലാം ഒരുത്തന്നേക്കും, നമ്മളെല്ലാം രൂപാന്തരം പ്രാപിക്കും. പാസ്റ്റർ പ്രസംഗിച്ച് ഈ വിശ്വാസികളങ്ങ് മുൾമുനയെ നിർത്തുക. അതൊക്കെ ചുമ്മാ പൊട്ടത്തരാ പറഞ്ഞേ. ഇതിൻ്റെ കോണ്ടാക്ട്സ് എടുത്ത് നമ്മൾ പഠിക്കണം. ആരോട് പറഞ്ഞു? പൗലോസ് കൊരിന്ഥ സഭയോട് പറഞ്ഞു. നാം എല്ലാവരും എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് പൗലോസ്, കൊരിന്ഥ സഭ. ഇത് നമ്മളാകണമെങ്കിൽ അതാണ് ഇവിടുത്തെ ഉപദേശം. കൊരിന്ഥ സഭ ജീവിച്ചതുപോലെ അപ്പോസ്തലന്മാരെ പോലെ അവർ ഉപദേശം കേട്ട് വളർന്നു, തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി വ്യഭിചാരം ചെയ്ത് കോടതിയും കേസുമായിട്ട് നടന്നവരൊക്കെ എന്ത് ചെയ്തു? 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അവർ ശിശുക്കളായി തമ്മിത്തല്ലി പൗലോസിന്റെ പക്ഷം, കേഫാ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം പറഞ്ഞ് അവർ നടന്നെങ്കിൽ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവർ അപ്പോസ്തലന്മാരെ പോലെയായി, അവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. അങ്ങനെ അപ്പോസ്തലന്മാരെ പോലെ ആയവർ, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി തീർന്നവർ, അവരോടാണ് പൗലോസ് പറഞ്ഞത് നാം എല്ലാവരും ഗുണം പിടിക്കാതെ കോടതിക്കേറി വഴക്കും വ്യഭിചാരവും മദ്യപാനവും എന്ന് വേണ്ടി ഇന്ന് സഭകളിൽ എന്തൊക്കെ പാപങ്ങളാ കൊടികുത്തി വാഴുന്നത്. നാളൊരു സഹോദരൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തൻ ഓടയിൽ കിടക്കുക, പോയി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഓ എന്ന് നടന്ന് മൂളുന്നുണ്ട്. ഒരു സഹോദരൻ നടന്നു വന്നു നോക്കി, അയ്യോ നമ്മുടെ സഹോദരനല്ലേ കിടക്കണം, അടിച്ച് കിണ്ടായി കിടക്കുക ബോധമില്ലാതെ. ഞാൻ പണ്ട് വിശ്വസിച്ചിരുന്നത് അങ്ങനെയല്ല. മദ്യപാനികളൊന്നും സഭയിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ. ഒരു പുള്ളികളും അതിൽ പുറകിലല്ല. എന്നാൽ ഒരു ഗ്രൂപ്പ് മദ്യപാനവും ഇങ്ങനെയുള്ള പാപ സ്വഭാവങ്ങളൊക്കെ വിട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്നത് എല്ലാ സഭകളിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ചെറിയ ഗ്രൂപ്പ്, അവരെ കർത്താവ് പുറത്തേ അടിക്കാൻ പോവുക. ഈ വഷളന്മാരുടെ നടുവിൽ നിന്ന് അവരെ പുറത്തേ അടിക്കാൻ പോവുക. അതിനൊരു വലിയ ഉണർവ് വഹിക്കാൻ പോവുക. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു.
ഞാൻ അങ്ങനെ ചാടിയവൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു പ്രസ്ഥാനത്തിൻ്റെ ആളായിട്ടിരിക്കണ്ട. പ്രസ്ഥാനത്തെ ഞാൻ കുറ്റം പറയാമെന്ന് ആരും ചിന്തിക്കരുത്. പ്രസ്ഥാനം വഷളന്മാരാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ രക്ഷപ്പെട്ടോ ദൈവമക്കളെ, അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ നരകത്തിൽ കാണും. ദർശനം നഷ്ടപ്പെട്ട അഹുറന്മാരുടെ കൂടെ നിൽക്കരുത്, രക്ഷപ്പെട്ട് ഓടിക്കോ. കോരഹിന്റെ പുത്രന്മാരോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ അടുക്കൽ നിന്ന് മാറിക്കോളാൻ പറഞ്ഞു. പിതാക്കന്മാരെ പപ്പന്മാരെന്താ തലകുത്തിനെ അവരുടെ ജീവിതം. മോശയോടും അവരോടൊക്കെ എതിർപ്പാ. ദൈവാലയനോട് എതിർക്കുന്നവരെ, യഹോയാക്കീം എന്നൊരു രാജാവിനെ പ്രവചന പുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. എന്താ പുള്ളിയുടെ പണി? തിരുവെഴുത്തുകളെ മുറിച്ച് തീയിലിട്ട് നശിപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് തിരുവെഴുത്തുകളെ കോട്ടിക്കളഞ്ഞ് കൂട്ടുചേർത്ത് മറിച്ച് കളഞ്ഞ് പ്രസംഗിക്കുന്നവർ ഈ തിരുവെഴുത്തുകളെ മുറിച്ച് തീയിലിടുന്നതിന് തുല്യമല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. തിരുവെഴുത്തുകളെ കോട്ടിക്കളയല്ലേ, കൂട്ടുചേർക്കല്ലേ, മറിച്ച് കളയല്ലേ. ആ തിരുവെഴുത്ത് ജനത്തിന് അതിൻ്റെതായ തനിമയോടുകൂടി എടുത്തു കൊടുക്ക. അപ്പോസ്തലന്മാരും കർത്താവും വിശുദ്ധ പ്രവാചകന്മാരും തരുന്ന വചനത്തെ അതിൻ്റെ അതേ തനിമയോടുകൂടി എടുത്തു കൊടുക്ക. അതിന് പറ്റുന്നില്ലെങ്കിൽ പഴയ പണിക്ക് പോകും നിങ്ങൾ, അതാ നല്ലത്. ജനം നശിച്ചു പോകും, ജനം നരകത്തിലേക്ക് പോകാനിടയായിത്തീരും. ഹൃദയവേദനയോടെയാണ് ഞാൻ ഈ പറയുന്നത്. ആലയില്ല. 52-ാം വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കുന്നു. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. നിലത്തെ കാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും ചെയ്യും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നാം എന്ന് പറഞ്ഞാൽ പൗലൂസും കൊരിന്ത് സഭയാണ്. ഇനി ചില പാസ്റ്റർമാർ പറയുന്ന പോലെ നാം എന്ന് പറഞ്ഞാൽ നമ്മളല്ല. കൊരിന്ത് സഭയെപ്പോലെ വിശുദ്ധീകരണം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി, വിശുദ്ധന്മാരായി, വിശുദ്ധമതികളായി, കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളെപ്പോലെ ആയിത്തീർന്നാൽ നാം ആണെന്ന് പറയുന്നതിൽ തെറ്റില്ല. അല്ലാതെ ഒരു ഗുണനിലവാരവും ഇല്ലാതെ ആത്മീയമായി നശിച്ച് നാമാവിശേഷമായി കിടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം തിരുവത്താഴത്തിന് വേണ്ടി അപ്പവീഞ്ഞുകൾ കൊണ്ടുവച്ച് മൂടി വെച്ചിട്ട് പാട്ടും പാടി, ഭയങ്കര പാട്ട്, തച്ചിനിരുന്നങ്ങ് പാടുക. ഒരു വശത്ത് നിന്ന് ചുട്ട അടിയും നടക്കുക. ഇലക്ഷൻ നടക്കുമ്പോൾ സ്റ്റാറുകാരനെ വിശുദ്ധന്മാരുടെ പാളയത്തിലേക്ക് എഴുന്നള്ളിച്ച് പാവം പിടിച്ച വിശ്വാസികളെ വിരട്ടുന്ന നേതൃത്വ നിരകളെ, നിങ്ങളെന്നും മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, വിട്ടുപോരുവിൻ, വഷളന്മാരുടെ ഇടയിൽ നിന്ന് വിട്ടുപോരുവിൻ. പാസ്റ്ററിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് നിത്യജീവൻ വേണമോ? വിട്ടുപോരും. ഹല്ലേലൂയ. അപ്പോൾ ഈ 52-ാം വാക്യം നന്നായിട്ട് പഠിച്ചോണം. ഇന്ന് കാണുന്ന പാസ്റ്റർമാരും വിശ്വാസികളുമല്ല, കൊരിന്ത് സഭ പോലെ അപ്പോസ്തലന്മാരെ പോലെ വിശുദ്ധമായി ജീവിച്ച് ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന കൊരിന്ത്യയിലെ വിശ്വാസികളായി തീർന്നതുപോലെ ഞാനും നീയും ആയിത്തീർന്നാൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും. നമുക്ക് എന്ത് കിട്ടും? രൂപാന്തരവും കിട്ടും. അല്ലാതെ കിടന്ന് മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് ജനത്തെ നശിപ്പിക്കല്ലേ. പ്രത്യേകം ശ്രദ്ധിച്ചോണം പാസ്റ്റർമാരെ. ഞങ്ങൾ പാസ്റ്റർമാരെ പഠിപ്പിക്കുന്നവരാണെന്ന് ചോദിച്ചാൽ അതേ പഠിപ്പിക്കുന്നവർ തന്നെ. അല്ലാതെ വലിയ അറിവും കാര്യമൊന്നുമില്ല, പുസ്തകത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരാ. ലോകത്തിൻ്റെ അറിവൊന്നും നമുക്കില്ല. എനിക്ക് വേണ്ടേന്നാണ്. ഈ ലോകത്തിൻ്റെ ഞാൻ ഈ ദിവസത്തിലെ പോഷനാണെന്ന് വചനം പറയുന്നു. വചനത്തിൻ്റെ ജ്ഞാനം മതി. സകല വചനത്തെക്കുറിച്ചും പരിജ്ഞാനത്തെക്കുറിച്ചും സമ്പന്നരായാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ച് പറയുക, നാം ഉയർത്തെഴുന്നേറ്റ് വരും, നാം രൂപാന്തരം പ്രാപിക്കും. അക്കൂട്ടത്തിൽ നമ്മളായിത്തീരണം. കാഹളം ധരിച്ചാൽ രൂപാന്തരമോ ഉയർപ്പോ കിട്ടണം. അതിന് വേണ്ടുന്നൊരു ക്രിസ്ത്യ ജീവിതം നയിക്കണം. എൻ്റെ ഈ വചനം കേൾക്കുന്ന, എൻ്റെ ഈ പ്രബോധനം കേൾക്കുന്ന വാത്സല്യ ദൈവജനത്തോടും ദൈവസഭയോടും ദൈവമക്കളോടും ഞാൻ കൈകൂപ്പി വിളിച്ചു പറയുന്നു, കാല് പിടിച്ച് പറയുന്നു, ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ക്രിസ്തുവിൻ്റെ പത്രങ്ങളാകണം. അപ്പോസ്തലന്മാരെ പോലെ ആകണം. ദുർനടപ്പുകളെല്ലാം വിട്ടൊഴിയണം. ഞാൻ കട്ടിയായിട്ടാണ് പറയുന്നത്, എനിക്ക് നന്നായിട്ടറിയാം. എന്നെപ്പോലെ പറയാൻ അതേ ആളങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. എന്നെക്കാൾ ശക്തിയോടെ കട്ടിയായി പറയുന്നത് എൻ്റെ കൂട്ടത്തിലുള്ളവരുണ്ട്. ഹല്ലേലൂയ. അത്രയും കഴിയുമ്പോൾ
ഈ ദ്രവ്യത്വമുള്ളത് അദ്രവ്യത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കണം. ഈ ദ്രവ്യത്വമുള്ളത് അദ്രവ്യത്വത്തെയും ഈ മർത്യത അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാണ്. 55 തൊട്ട് വായിച്ചാൽ, ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? അവിടെ നിൽക്കട്ടെ. അപ്പം മരണ ശുശ്രൂഷയിൽ, അടക്ക ശുശ്രൂഷയിൽ ഈ വേദപുസ്തകം, ഈ വേദഭാഗം പാസ്റ്റർമാർ വായിക്കും. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ വായിക്കും. വായിച്ചിട്ട് അവരെന്ത് ചെയ്യും? വായിച്ച് കേൾപ്പിക്കും. ഇവൻ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. അതാണ് എൻ്റെ സങ്കടം. അടക്ക ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ എൻ്റെ അനിയനും മരിച്ചു കിടക്കുക, ഒരു പാസ്റ്റർ നടന്ന് കീറിപ്പൊളിച്ച് പ്രസംഗിക്കുക. എനിക്കൊരു സംശയം തോന്നി, എൻ്റെ അനിയൻ ഇത് കേട്ടിട്ടുണ്ടോ? കാരണം പലരും മരിച്ചു കിടക്കുമ്പോൾ ഇതൊന്ന് ഈ പാട്ടും കൂത്തുമായിട്ട് കിടക്കണം, ഈ വചനമൊന്നും അവർക്ക് വിഷയമല്ലെന്നേ. സംഗീതമായിട്ട് നടക്കുന്നവർക്ക് വചനത്തിനോട് താല്പര്യമില്ല. 100% ഞാൻ മനസ്സിലാക്കിയാണ്. പാട്ടൊക്കെ നിർത്തി, സംഗീതം നിർത്തി, വചനം ആഴത്തിൽ പഠിക്കേ, ആഴത്തിൽ ഗ്രഹിക്കേ. ഇവിടെ ഒരു വാക്ക് ഇവിടെ പൗലോസ് പറയുന്നുണ്ട്. ഏ മരണമേ നിന്റെ ജയമെവിടെ? ഹരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. ഈ മരണമേ നിന്റെ ജയമെവിടെ? ഹരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പാസ്റ്ററല്ല പറയേണ്ടത്. ഈ മരിച്ചു കിടക്കുന്നവൻ മരിക്കുന്നതിന് മുൻപ് മരണത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രത്യാശയുടെ വ്യക്തിത്വമായി തീരണമെന്നാണ് എൻ്റെ പക്ഷം. മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് ആരോടും പിണക്കും വഴക്കമൊന്നുമില്ല. മരിക്കുന്നതിന് മുമ്പ് മരണഭീതി മാറിയവരായി നമ്മൾ തീരണം. ഞാൻ ഈ ദിവസം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. അത് ഞാൻ എൻ്റെ കാര്യം പറയുക. വിട്ടുപിരിച്ച് ക്രിസ്തുവിനോട് ഇരിക്കുന്ന അത്യുത്തമമല്ലോ, അതല്ല കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പ്രത്യാശ കർത്താവ് തന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മരണത്തെ വെല്ലുവിളിക്കുന്ന ദൈവമക്കളാണ് യഥാർത്ഥ ദൈവമക്കൾ. ചുമ്മാ കയറി കിടന്ന് ഗിലോ വിളിക്കുന്ന പോലെ വിളിക്കുകയല്ല. മരിച്ചാൽ മരിക്കട്ടെ, ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ. ജീവിച്ചാലും മരിച്ചാലും ഒന്നുമില്ല, നമുക്കൊരു കുഴപ്പമില്ല. മരണഭീതി മാറിയവരായി തീരണതാ. എബ്രായർ 2-ാം അധ്യായത്തിലുണ്ട്, മരണഭീതി മാറിയവരായി തീർന്നു. വാക്യം വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾക്കാം. എബ്രായ ലേഖനം, ഹല്ലേലൂയ, 14-15 2 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. എബ്രായർ 2-14-15 മരണഭീതിയിലായിരുന്നവരെ വിടുവിച്ചു. മരണഭീതി നമ്മളിൽ നിന്ന് മാറിപ്പോകണം. ഇപ്പോൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ബോധം കെട്ട് നമ്മൾ മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത്. പണ്ട് ഉപദേശി പറഞ്ഞ പോലെ, എന്തെല്ലാം വന്നാലും കർത്താവിന് പിൻപാല് സന്തോഷമുടെ യാത്ര. രോഗമോ കഷ്ടമൊന്നോ ബുദ്ധിമുട്ട് ചെരുക്കോ പട്ടണം എന്തുവല്ല, അങ്ങനെ പോയൊരു ശിഷ്യഗണമാണെന്ന് കർത്താവിൻ്റെ ശിഷ്യഗണം. സംശയമുണ്ടോ നിങ്ങൾക്ക്? 1000 പ്രാവശ്യം വേയിച്ച് കേൾപ്പിച്ച വചനം പിന്നെയും നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്ന 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുക. ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരായി നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. 11-12-13 ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കൊത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ, കർത്താവ് വചനം ഫലമേൽപ്പിച്ച ശിഷ്യന്മാർ, അവരുടെ ബയോഡേറ്റയാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഇന്ന് ഭൂമിയിലുള്ള ശിഷ്യന്മാരല്ലേ അല്ല. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരല്ലേ അല്ല. ഇന്ന് പാസ്റ്റർ കളിച്ച് നടക്കുന്ന ശിഷ്യന്മാരല്ലേ അല്ല. അവരെല്ലാം സൂഹിയന്മാരാ. അവർ സുവിശേഷം വിറ്റ് തിന്ന് കോടികളുണ്ടാക്കി സുഖിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുർപദേഷ്ടകന്മാരുമാണ്. അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. സുവിശേഷം കയ്യിലേന്തി ജനത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി
ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുവാൻ, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്ത കർത്താവിൻ്റെ വിലപ്പെട്ട അപ്പോസ്തലന്മാരായ കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ശിഷ്യഗണങ്ങൾ അല്ലവേ അല്ല. അവരുടെ ബയോഡറ്റ പ്രകാരം ജീവിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നെങ്കിൽ അവരാണ് അതിന്. അവർക്ക് തിന്നാനും കുടിക്കാനും ഇല്ല, അവർക്ക് ജീവിത സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കിതൊന്നും വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞു വയ്ക്കുക എന്നാലും ചിന്തിക്കല്ലേ. നമുക്ക് ജീവിത സൗകര്യം കിട്ടിയാൽ അതിൽ അഹങ്കരിക്കരുത്. നമുക്ക് കുറേ വിദ്യാഭ്യാസവും നമുക്ക് കുറേ അറിവും കിട്ടിയാൽ അതിൽ അഹങ്കരിക്കരുത്. സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു, ധനം നിമിത്തം ഹൃദയം ഗർവിച്ചു. ഇത് നമുക്ക് വരരുത്. കർത്താവ് പറഞ്ഞല്ലോ. ഒരു ചെറുപ്പക്കാരനോട് എന്ത് പറഞ്ഞു? നിനക്കുള്ള വിറ്റ് തരത്തിൽ കൊടുക്കൽ വന്നാൽ നിനക്ക് നിത്യജീവൻ തരാം. അവൻ തലമിട്ട് അവിടെ നിന്ന്. പിന്നെ അവനെ നോക്കിയതേ ഉള്ളൂ, കണ്ടില്ല. അവൻ കണ്ടം വഴി ഓടിയവൻ. എന്നിട്ടാണ് സൂചിക്കുഴയുടെ ഉപമ പറയുന്നത്, ഒട്ടകത്തിൻ്റെ ഉപമ പറയുന്നത്. ധനം തടസ്സമാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ധനം സ്വർഗരാജ്യത്തേക്ക് പോകാൻ തടസ്സം തന്നെ. അധികൃതമായ ധനം, ആവശ്യത്തിൽ അധികമുള്ള ധനം. ഹല്ലേലൂയ. അപ്പൊ അവർക്ക് വേണ്ടി പൗലോസ് എന്താ പറഞ്ഞേ? എടുക്ക തിമോഥെയോസിന്റെ ലേഖനം, 1-ാം ലേഖനം 6-ാം അധ്യായം. ഇന്നത്തെ പാസ്റ്റർമാരിൽ നല്ലൊരു ശതമാനം തകർന്ന് തരിപ്പണമായി നശിച്ച് നാമാവിശേഷമായി കിടക്കുന്ന ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം, ഹല്ലേലൂയ, അതിൻ്റെ 6-ാം അധ്യായം 6 മുതലുള്ള വാക്യം ഞാൻ വായിക്കുന്നു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലിയ ആദായം ആകുന്നതാനും ഈ ലോകത്തിലേക്കൊന്നും നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഇതൊക്കെ സാറേ ഇത് ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചോണേ. ഇതൊന്ന് ഫ്ലക്സൊക്കെ അടിച്ച് വീട്ടിൽ കൊണ്ട് തൂക്കിയിട്ടാലും കുഴപ്പമില്ല. ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ, ഇഹലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവരെ വിട്ടോടി നീതിഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപരാധിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ദൈവസഭയുടെ കമാൻഡർ പൗലോസ്, ഒരു കമാൻഡർ ആജ്ഞാപിക്കുന്നത് പോലെ പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും പുതിയ നിയമസഭയുടെ അപ്പോസ്തലനാക്കി വെച്ച പൗലോസ് പറയുന്നു, ആജ്ഞ. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ, ഏതോസം കയ്യിലെടുത്ത 10 ചക്രം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. മാന്യമായി ദൈവവചനം പ്രസംഗിച്ച് കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ തരുന്ന സ്തോത്രാഴ്ചയോ ദശ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഭക്ഷിക്കുന്നവരോടല്ല ഈ പറയുന്നത്. ആടുകളെ നടത്തുന്നവൻ പാല് കൊണ്ട് ഉപജീവിക്കണമെന്ന് കൽപ്പനയെന്ന് പൗലോസ് പറയുന്നുണ്ട്. സ്തോത്രം. ദശാംശം പഴയ കണക്കാണ്. സ്തോത്രം. വചനം പഠിപ്പിക്കുന്നവൻ, പഠിപ്പിക്കുന്നവൻ എല്ലാം തമ്മിൽ ഒരു മറ്റുള്ളത് കൊടുക്കുക, കണക്കൊന്നുമില്ല. കൊടുപ്പിൻ എന്നാണ് നിങ്ങൾ ലഭിക്കും. കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടും. എനിക്കറിയാം, ഒരു മാസം ഒരാഴ്ചയിൽ 1000 രൂപ വരുമാനം കിട്ടുന്നവർ തിരുമിയാണ് ഇടുന്നത്. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് കിട്ടണം. അതവിടെ ചിന്ത. കിട്ടത്തില്ല. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് അമർത്തിക്കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിലേക്ക് നൽകി.
ഞാൻ ആ വചനത്തിലെ വിശ്വസിക്കുന്നു. ഈ തിരുമുകാരൊക്കെ ദാരിദ്ര്യത്തിൽ കിടന്ന് നെട്ടോട്ടം ഓടുന്ന എന്താണെന്ന് ചോദിച്ചാൽ, യോഗ്യമായി മാന്യമായ നിലയിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നീ കൊടുത്തേ, നീ നശിക്കില്ല, ഒരിക്കലും നശിക്കില്ല. ഞാൻ നശിക്കില്ലെന്നേ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. കൺക്ലൂഷൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 5 മിനിറ്റ് കൂടിയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത്, മരണമേ നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. ഈ പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം എന്ന് പറയുന്നത് എന്താണെന്ന് തെളിച്ച് പറഞ്ഞു കൊടുക്കണം. അതിന് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം പാസ്റ്റർമാരൊന്ന് പഠിച്ചാൽ മതി. അവിടെ കൊണ്ട് പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം എന്നുണ്ട്. അത് വായിച്ചങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. ന്യായപ്രമാണം അനുസരിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ന്യായപ്രമാണത്തിൻ്റെ പഠിപ്പിക്കലിലേക്ക് പോകുമ്പോൾ നമ്മൾ ചത്തുപോവുക ചെയ്യുന്നത്. അങ്ങനെയല്ലേ പറയുന്നേ? ഞാനത് വേണമെങ്കിൽ ഒന്ന് ഓടിച്ചൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ശ്രദ്ധിക്കണേ. ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലത് സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരുത്. സ്വയമായിട്ടുള്ള വർത്തമാനം, സ്വയമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം അങ്ങ് നിർത്തിയേക്കണം. ഈ ഊത്തും ചീറ്റയും കൊറിയും ചിരയും ഛർദ്ദലും ഒക്കെ വല്ലവനും ഒക്കെ ഉണ്ടാക്കിയത്, അതൊക്കെ അങ്ങ് നിർത്തണം. സ്തോത്രം. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അത് ഇംഗ്ലീഷ് വേർഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, KJV-യിൽ അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. ഹല്ലേലൂയ. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ മനുഷ്യനെ ആത്മീയമായി കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. കല്ലിലെഴുതി അക്ഷരമായി കൊത്തിരുന്ന മരണ ശുശ്രൂഷ, മോശയിക പ്രമാണം മരണ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ്. 8-ാം വാക്യം. ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലോ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ മറ്റേ തേജസ് കുറഞ്ഞത്. ഹല്ലേലൂയ. ദൈവങ്ങളെ, ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. സ്തോത്രം. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, തേജസ് കുറഞ്ഞ ശുശ്രൂഷ. ഹല്ലേലൂയ. അത് നീക്കം വരുന്ന ശുശ്രൂഷ, ഇത് നീക്കം വരാത്തത്, ഇത് തേജസ് കൂടിയത്. ഈ വിധം പ്രത്യാശയുള്ളവരായ ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൽ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം വിട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെയും ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. പഴയ നിയമത്തിൻ്റെ പഠിപ്പിക്കൽ ഹൃദയ കണ്ണുകൾ കുരുടായി പോകുന്നു. അതാ എൻ്റെ അർത്ഥം. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നുവരെ അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 18-ാം വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു എന്നാണ് അവർ തോന്നുന്നത്. ഹല്ലേലൂയ. ഈ ഒരു വാക്യം കൂടി ഞാൻ വായിക്കുന്നു. 2 കൊരിന്ത്യർ 4 ഞങ്ങളെ തന്നെയല്ല, 8-9 കൂടി, 5-6 കൂടി. ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രയും ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിയ ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഹൃദയങ്ങളിലാണ് ഈ പ്രകാശം, ഹൃദയങ്ങളിലാണ് ഈ തേജസ് വന്നടിക്കുന്നത്. പുറത്തുള്ള മനുഷ്യനിലല്ല, അകത്തെ മനുഷ്യനിലാണ് ഈ തേജസ് വരുന്നത്. അതുകൊണ്ട് മരണമേ നിൻ്റെ ജയമെവിടെ, മരണമേ നിൻ്റെ വിഷമുള്ളവിടെ എന്നുള്ള വാക്യം കൊടുത്ത് ഈ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് അവനെ വായിച്ച് കേൾപ്പിച്ച് പ്രത്യാശയോടെ അവന് മരിക്കാനായിട്ട് ഒരവസരം ഉണ്ടാക്കി കൊടുക്കണേ എൻ്റെ പാസ്റ്റർമാരെ. ദൈവത്തെ ഓർത്ത് എളിയവൻ്റെ ഒരു അഭ്യർത്ഥനയാണ്.
ജീവനോടെ വെച്ച് ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം അവരെ പഠിപ്പിച്ച് പ്രത്യാശയുള്ളവരായി ജീവിച്ച് അവരെ മരണത്തിന് വേണ്ടി വിടും. അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ കണക്ക് നിങ്ങൾ ദൈവത്തോട് കൊടുക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ ആ ഭാഗം ഞാൻ നിങ്ങൾ വിടുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാണ്. സ്തോത്രം. നമ്മൾ ഉറപ്പുള്ളവരാണ്, കുലുങ്ങാത്തവരാണ്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാകുന്നു. പാറമേൽ അടിസ്ഥാനം വിട്ട് വരുത്തിയ കുലുങ്ങത്തില്ല. യുദ്ധമല്ല, ക്ഷാമമല്ല, ഭൂകമ്പം എന്തു വന്നാലും, അതാ ഉദ്ദേശിച്ച് പാടിയത്, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമോടെ ഞാൻ യാത്ര ചെയ്യും. വല്ലവരും വല്ല അനുഭവത്തിൽ നിന്നൊക്കെ എഴുതി പാടിയത് ചുമ്മാ പാടി അതിൻ്റെ വില കളയല്ലേ. എന്തൊക്കെ സാരേ. ഹല്ലേലൂയ. പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ. പ്രത്യാശയുടെ സമൃദ്ധി, സന്തോഷ സമൃദ്ധി, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി, വിശ്വാസത്തിൽ സമ്പന്നത, സന്തോഷത്തിൻ്റെ സമ്പന്നത, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത, സ്വർഗീയ അനുഗ്രഹങ്ങളുടെ സമ്പന്നത. ഇതാണ് പുതിയ നിയമം വിഭാവനം ചെയ്യുന്നത്. ഭൗതിക സമ്പത്തല്ല. ഭൗതിക സമ്പത്ത് വാരി വലിച്ചു വെച്ചിട്ട് അത് നിന്നെ ആത്മീയത്തിലേക്ക് പുറകോട്ട് വലിക്കുന്നെങ്കിൽ വിട്ടു ദരിദ്രർ കൊടുക്കുക. സക്കായി ചെയ്ത് അതല്ലേ, അത് തന്നെ ഞാനും പറയുന്നത്. അധികൃതമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ വിറ്റ് ദരിദ്രർ കൊടുക്കുക. ന്യൂ ജനറേഷൻ പാസ്റ്റർമാരോട് എനിക്ക് കാല് പിടിച്ച് പറയാനുള്ളത്, ഈ പത്യവചനം പത്യോപദേശം പ്രസംഗിക്കണമെങ്കിൽ നിങ്ങൾ വ്യാജം പ്രസംഗിച്ചുണ്ടാക്കി വെച്ച ഈ കോടികൾ വിറ്റ് ദരിദ്രർ കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഉപനിധി, ഈ പത്യവചനം, ഈ വചനത്തിന് പറയുന്ന നിധി എന്നാണ്, നിധി നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് അതുകൂടി വായിച്ച് ഞാൻ അങ്ങ് നിർത്താൻ വേണമെങ്കിൽ. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ കൊരിന്ത്യർക്ക് എഴുതിയ തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനമാണ് ആ വേദഭാഗം എന്ന് എൻ്റെ ഓർമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം ഒന്ന് കുറച്ച് വായിച്ചേക്കണേ. 12, 13, 14 1-ന്റെ 2 തിമത്യോസ് 1-ന്റെ 12, 13, 14 നിധി ആ സഹിക്കുന്നു. ആമേൻ, ആമേൻ. അവൻ എൻ്റെ ഉപനിധി ഉറച്ചുമിരിക്കുന്നു. എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി. ആ ഇവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. യേശുക്രിസ്തു ഉപനിധിയാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികളാ നല്ലൊരു ശതമാനം എന്ന് എനിക്ക് തോന്നുക. വചനം ദൈവത്താൽ ഫലമേൽപ്പിക്കപ്പെട്ടവർ പഠിപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ആ നല്ല പഥ്യവചനം, എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയായിക്കൊള്ളുക. ആ നല്ല ഉപനിധി. അപ്പോൾ പഥ്യവചനം, പഥ്യോപദേശം എന്ത് ചെയ്യണം? നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മനിറവിൽ ആ ഉപദേശത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിക്കണം. ആ ഉപദേശത്തിൽ നിലനിന്ന് ജീവിച്ച് നമ്മുടെ ക്രിസ്ത്യ ജീവിതം സൂക്ഷിക്കണം. 1000 പ്രാവശ്യം വായിച്ച് പഠിച്ചോണം 2 തിമത്യോസ് 1-ന്റെ 12, 13, 14. ആ ഉപനിധി സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ എന്തോ പറ്റും, നമുക്ക് നിത്യത പ്രാപിക്കാൻ കഴിയത്തില്ല. വളരെ വിലപ്പെട്ട ദൈവവചന പഠനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് കിട്ടി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ വചനങ്ങൾ ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നല്ലോ കർത്താവേ. ഈ വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. വിശേഷാൽ വാട്സപ്പിലൂടെ, ടെലഗ്രാമിലൂടെ, യൂട്യൂബിലൂടെ കേൾക്കുന്ന എല്ലാവരെയും വചനത്തിലൂടെ അവരെ ഉണർത്തിയെടുക്കണമേ, അനുഗ്രഹിക്കണമേ, ദൈവരോട് നിറയ്ക്കണമേ. മഹത്വം മുഴുവൻ കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ.
കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടേതായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചും അടുത്ത പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കാവലും കൂട്ടായ്മയും നമ്മോടും ആ പ്രാർത്ഥന വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ വരവരെ നിലനേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണം. ആമേൻ. സ്തോത്രം 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 സ്തോത്രം.